പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകളെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ നമ്മുടെ എക്സൈസ് ഓഫീസർ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഭാഗത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 കുറിച്ചാണ്. 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പറയുന്നത്? ഒരു കാര്യം ശ്രദ്ധിക്കുക, 11 = പെർമിറ്റ്. എന്താണ് കൂടെ പറഞ്ഞേ? 11 = പെർമിറ്റ്. അപ്പൊ നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ 11 പ്രതിപാദിക്കുന്ന മറ്റൊന്നുമല്ല, മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 11 ആണെന്ന് അറിഞ്ഞിരിക്കുക. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 11 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ 11 = പെർമിറ്റ് എന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഈ പെർമിറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മദ്യം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ കടത്തുന്നതിന് എന്ത് വേണം? പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകളൊക്കെ കടത്തുന്നതിന് നമുക്ക് പെർമിറ്റ് വേണം. ഈ പെർമിറ്റ് ആർക്ക് കൊടുക്കാമെന്നാണ് നമ്മുടെ അടുത്ത് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്ന ആരാണ്? ഒന്നിൽ കമ്മീഷണറോ അല്ലാന്നുണ്ടെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനിൽ നിന്നോ ആണ് എന്ത് ചെയ്യേണ്ടത്? പെർമിറ്റ് വാങ്ങേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ, അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 11 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റ് അനുവദിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒന്നിൽ കമ്മീഷണർ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കമ്മീഷണറിന്റെ പദവി വഹിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനിൽ നിന്നാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇങ്ങനെ അനുവദിക്കുന്ന പെർമിറ്റ് ഒരു നിശ്ചിത സമയപരിധിയിലേക്കോ ഒരു പ്രത്യേക അവസരത്തിലേക്കോ വേണ്ടി മാത്രം മദ്യം കടത്തുന്നതിനുള്ള അനുമതിയാണ്. അല്ലാതെ ഒരിക്കൽ പെർമിറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആജീവനാന്തം മദ്യം കടത്താനായിട്ട് പറ്റത്തില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. ഒരു പെർമിറ്റ് ഒരു കമ്മീഷണർ അല്ലെങ്കിൽ ഒരു കമ്മീഷണറിന്റെ പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ അത് പ്രത്യേക സമയപരിധി, എന്താണ്, ഇന്ന ദിവസത്തേക്ക് നിനക്ക് മദ്യം കടത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊരു അവസരത്തിൽ മദ്യം കടത്താം. അല്ലാതെ ആജീവനാന്തം മദ്യക്കടത്തിനുള്ള ലൈസൻസ് ഒരു കമ്മീഷണറും അടിച്ചു കൊടുക്കുന്നില്ല. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഈ പറയുന്ന മദ്യക്കടത്ത് അല്ലെങ്കിൽ മദ്യങ്ങളുടെ ലഹരി പദാർത്ഥങ്ങളുടെ കടത്തിനാവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ചോദിച്ചാല് അത് ഈ പറയുന്ന സെക്ഷൻ 11 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പെർമിറ്റ് കൊടുക്കുന്ന ആരാണ്? ഒന്നില് ഒരു കമ്മീഷണർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കമ്മീഷണറിന്റെ പദവി വഹിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനായിരിക്കാം എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന പെർമിറ്റ് കൊടുക്കേണ്ടത്. സെറ്റ് അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും ഫയർമാൻ ഫയർവുമന്റെയും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും നമ്മൾ ഇപ്പോൾ എടുക്കുന്ന യൂട്യൂബിലെ ക്ലാസിന്റെ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 100 രൂപയാണ് പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ 9961169272 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. ഗൂഗിൾ പേ, വാട്സ്ആപ്പ് എന്ത് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക കേട്ടോ. വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എക്സൈസ് ആണെന്നുണ്ടെങ്കിൽ എക്സൈസ് എന്ന് ടൈപ്പ് ചെയ്യുക, ഫയർമാൻ ഫയർവുമൺ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ടൈപ്പ് ചെയ്യുക. രണ്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ 200 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ഫയർമാൻ ആൻഡ് എക്സൈസ് എന്നുകൂടി ടൈപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനും ക്വിക്ക് റിവിഷൻസിനും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മോഡൽ എക്സാം, മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനും എക്സാംസിനും എന്തായാലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും നമ്മുടെ എക്സൈസിന്റെ ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പെർമിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. സെക്ഷൻ 11 അബ്കാരി ആക്ട് 1077 സെക്ഷൻ 11 പെർമിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പെർമിറ്റിൽ വ്യക്തമാക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓരോ പെർമിറ്റിലും നമ്മൾ വ്യക്തമാക്കേണ്ട കുറച്ചധികം വിവരങ്ങളുണ്ട്. ആ ഒന്നാമത്തെ എന്താണ്? ഒന്നെന്ന് പറയുന്നത്, മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര്. ഇപ്പോ തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് മദ്യം കൊണ്ടുപോകാനുള്ള അനുമതി ഉള്ളത്. അപ്പൊ വ്യക്തമായിട്ട് ആ ഒരു പെർമിറ്റിനകത്ത് കൊടുത്തിരിക്കണം,
തങ്കപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നവംബർ 1-ാം തീയതി മദ്യം കൊണ്ടുപോകാനുള്ള അധികാരം അല്ലെങ്കിൽ മദ്യം കൊണ്ടുപോകാനായി അനുവദിച്ചിരിക്കുന്നു. അപ്പോ മദ്യം കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് എന്ത് ചെയ്തിരിക്കണം? വ്യക്തമായി ആ ഒരു പെർമിറ്റിനകത്ത് കൊടുത്തിരിക്കണം. അടുത്ത് പറയുന്നത് എന്താണ്? ഈ പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് എന്ന് മുതലാണ് ഈ മദ്യം കടത്താനുള്ള അനുമതി തങ്കപ്പനുള്ളത്. അപ്പൊ ആ ഒരു പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവ് അതിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കണം. അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിന്റെയോ ലഹരി മരുന്നിന്റെയോ അളവും അതിന്റെ മറ്റു വിവരങ്ങളും. ഇപ്പോ ഒരുപാട് ലഹരി മരുന്നുകളുണ്ട് അല്ലെ? ഇപ്പോൾ ലഹരി മരുന്നുകളുണ്ട്, മദ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ എത്ര അളവില് കൊണ്ടുപോകാം, ഏതാണ് കൊണ്ടുപോകുന്ന മെറ്റീരിയൽ, ഈ പറയുന്ന മെറ്റീരിയലിനകത്ത് എന്തൊക്കെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു പെർമിറ്റിനകത്ത് കൊടുത്തിരിക്കണം. മാത്രമല്ല സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റു വിവരങ്ങളും ആ ഒരു പെർമിറ്റിനകത്ത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പൊ മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ മദ്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള വ്യക്തിയുടെ പേര് കൊടുത്തിരിക്കുക, പെർമിറ്റ് പ്രാബല്യത്തിൽ വന്ന കാലയളവ് കൊടുത്തിരിക്കുക, അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിന്റെയോ ലഹരി മരുന്നിന്റെയോ അളവും അതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ബാക്കിയുള്ള വിവരങ്ങൾ കൂടി എന്ത് ചെയ്യണം? ആ ഒരു പെർമിറ്റിനകത്ത് കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? പെർമിറ്റ് ഉണ്ടെങ്കിലും മദ്യം കടത്താനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ മദ്യമോ ലഹരി മരുന്നുകളോ കൊണ്ടുപോകാൻ അധികാരമുള്ള ഒരു വ്യക്തിയുടെ പേര് അതിനകത്ത് പറഞ്ഞിരിക്കണം, പെർമിറ്റ് പ്രാബല്യത്തിൽ വന്ന കാലയളവ് പറയണം, അനുമതി ലഭിച്ചിട്ടുള്ള മദ്യത്തിന്റെയോ ലഹരി മരുന്നിന്റെയോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അളവുകളെ കുറിച്ചും മറ്റു വിവരങ്ങളെ കുറിച്ചും അതിനകത്ത് പറഞ്ഞിരിക്കണം. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ബാക്കി വിവരങ്ങളെ കുറിച്ചും എന്ത് ചെയ്യണം? ആ ഒരു പെർമിറ്റിനകത്ത് അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ മദ്യം വിൽക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ. അപ്പൊ നമ്മൾ സെക്ഷൻ 11 കുറിച്ച് ക്ലിയർ അല്ലേ? അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. പെർമിറ്റ് എന്താണ്, ആർക്ക് പെർമിറ്റ് കൊടുക്കാം, പെർമിറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 11 സെക്ഷൻ 15 എന്താണ് പറയുന്നത് എന്നാണ്. അപ്പോ കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. എന്താണ് പറയുന്നത്? കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 15 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് തടയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 15 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന സെക്ഷൻ 15 പ്രകാരം കള്ള് വിൽക്കാൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഇതിന് പറയുന്നത് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ നിർമ്മിക്കാനോ വിൽക്കാനോ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറാനോ കഴിയുന്നതാണെന്നാണ് ഒരു സെക്ഷനകത്ത് പറയുന്നത്. ഇതേ സെന്റൻസ് ആണ് പറയുന്നത്. ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് എന്താണ്? ലൈസൻസ് ഇല്ലാതെ തന്നെ ഈ പറയുന്ന കള്ള് നിർമ്മിക്കാനോ വിൽക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം? താൻ നിർമ്മിച്ച കള്ള് കൈമാറ്റം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. കള്ളൊഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് തടയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 15 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് പ്രകാരം ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ നിർമ്മിക്കാനോ വിൽക്കാനോ ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറ്റം ചെയ്യാനോ ഉള്ള അധികാരം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല 1077 അബ്കാരി ആക്ടിലെ സെക്ഷൻ 15A, നമ്മളിപ്പോ പറഞ്ഞ 15 ആണ്. സെക്ഷൻ 15A പറയുന്നത് എന്താണ്? 15A പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല? 23. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: അബ്കാരി ആക്ടിലെ സെക്ഷൻ 15A പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല? അല്ലാന്നുണ്ടെങ്കിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 15 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം 1077 അബ്കാരി ആക്ട് അല്ലെങ്കിൽ അബ്കാരി ആക്ട് ഓഫ് 1077 സെക്ഷൻ 15A പറയുന്നത് എന്താണ്? 23 വയസ്സിന് താഴെ പ്രായമുള്ള ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം ഉപയോഗിക്കാനായി കൈകൊണ്ട് തൊടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ അത് മറന്നു പോരുത്. നമ്മൾ ഓപ്ഷനിൽ 18 വയസ്സ്, 21 വയസ്സ്, 23 വയസ്സ്, 25 വയസ്സ് എന്നൊക്കെ കൊടുത്തേക്കും. 18 കയറി പിടിക്കാനേ പോരുത്. 23 ആണ്. ഓക്കെ, 23 വയസ്സുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാനായി പാടില്ല, മദ്യം വിൽക്കാനായി പാടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സെയിം കാര്യം തന്നെയാണ്. സെക്ഷൻ 15B പ്രകാരം പറയുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന 23 സെക്ഷൻ 15A-യും, എന്നാൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ 15B-യുമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ 23 വയസ്സാണ് ഇതിന്റെ ബേസ് ഏജ് എന്ന് പറയുന്നത്. 23 വയസ്സുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ 15A-യും
23 വയസ്സുള്ളവർക്ക് മദ്യം വിൽക്കാനായി അല്ലെങ്കിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 15B-യുമാണ്. അപ്പൊ എയും ബിയും മനസ്സിലായല്ലോ. എ പറയുന്ന മദ്യം ഉപയോഗിക്കാനായി പാടില്ല, 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാനായി പാടില്ല. 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ 15B ആണെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കേണ്ടത് കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 21 ആണ്. അപ്പോ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള പരാമർശിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ കള്ള് ചെത്തുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിന് ആവശ്യമായ സെക്ഷൻ അല്ലെങ്കിൽ ലൈസൻസ് നൽകുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പനയിലെ ഗണത്തിൽ പെടുത്താവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ സമ്മാനമായി നൽകുകയോ ചെയ്താലും അത് വിൽപ്പനയായി കണക്കാക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ സെക്ഷൻ 15 പ്രകാരം ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് മദ്യം സമ്മാനമായി കൊടുക്കുകയോ അല്ലെങ്കിൽ അത് കൈമാറുകയോ ചെയ്താലും അത് എന്ത് ചെയ്യും, അത് വിൽപ്പനയായി കണക്കാക്കിക്കൊണ്ട് സെക്ഷൻ 15 പ്രകാരം കേസെടുക്കും. അപ്പോൾ 15 മനസ്സിലായി, 15A മനസ്സിലായി, 15B മനസ്സിലായി. സെക്ഷൻ 21 കള്ളു ചെത്തുന്നതിനുള്ള ലൈസൻസ് നൽകുന്നതിനെ കുറിച്ചാണെന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേരളത്തില് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ മാനുഫാക്ചേർഡ് ഫോറിൻ ലിക്വേഴ്സ്, അതാണ് IMFL എന്ന് പറഞ്ഞാൽ. അപ്പൊ കേരളത്തിലെ ഇന്ത്യൻ മാനുഫാക്ചേർഡ് ഫോറിൻ ലിക്വേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത ഇന്ത്യൻ മദ്യങ്ങൾ വിദേശ മദ്യങ്ങളുടെ അല്ലെങ്കിൽ ഫോറിൻ മാനുഫാക്ചേർഡ് ഫോറിൻ ലിക്വേഴ്സിന്റെയും എന്താണ് വിദേശ നിർമ്മിത വൈനുകളുടെയും ഫോറിൻ മാനുഫാക്ചേർഡ് വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന സ്ഥാപനം നമുക്കറിയാം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ന്യൂസുകളിലായിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് ലിമിറ്റഡ് സ്ഥാപിതമായപ്പോഴാണ് 1984 ഫെബ്രുവരി 23-നാണ്. അപ്പോൾ കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാലും കേരളത്തിന്റെ നട്ടല് എന്ന് പറയുന്ന തരത്തില് കേരളത്തിന്റെ സമ്പത്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ബിവറേജ് ആണ് അല്ലെ. ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ എടുത്ത കാശ് നമ്മുടെ ഓണം സമയത്ത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ ടീമാണ് നമ്മുടെ കേരളക്കാര്. അപ്പോൾ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായപ്പോഴാണ് 1984 ഫെബ്രുവരി 23-നാണെന്ന് അറിഞ്ഞിരിക്കുക. ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം നമുക്കറിയാം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് പ്രകാരം വിദേശ മദ്യമായി കണക്കാക്കുന്ന എന്തിനെയാണ്, വൈന്, ബ്രാൻഡി, ഷാമ്പെയിൻ, അതുപോലെ തന്നെ ഷെറി, റമ്മ്, ജിന്ന്, നമ്മുടെ വിസ്കി, ബിയർ, സിഡാർ, കൊക്കോ ബ്രാൻഡി തുടങ്ങിയ സ്പിരിറ്റ് അടങ്ങിയ എല്ലാവിധ വാറ്റ് ഉൽപ്പന്നങ്ങളും എന്താണ് ഇത് പ്രകാരം വിദേശ മദ്യമായിട്ടാണ് കണക്കിലാക്കുന്നത്. അപ്പോൾ 1963 ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം അപ്പോൾ കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അത് 1963-ലാണെന്ന് അറിഞ്ഞിരിക്കുക. 63 ഈ പറയുന്ന കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം വിദേശ മദ്യമായി കണക്കാക്കുന്ന ഐറ്റംസ് ആണ് ഇതിനകത്ത് പറയുന്നത്. വൈൻ ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ഷാമ്പെയിൻ ഉണ്ട്. നമ്മുടെ ഏതോ സിനിമയിൽ പറയല്ലോ എന്തുണ്ട്, സുഖം അല്ലെ. അപ്പൊ വൈൻ ഉണ്ട്, ബ്രാൻഡി ഉണ്ട്, ഷാമ്പെയിൻ ഉണ്ട്, ഷെറി ഉണ്ട്, റമ്മുണ്ട്, ജിന്നുണ്ട്, വിസ്കി ഉണ്ട്, ബിയർ ഉണ്ട്, സിഡാർ ഉണ്ട്, കൊക്കോ ബ്രാൻഡി ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ സാധനങ്ങളും എന്ത് തന്നെയാണ് 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം എന്താണ്, വിദേശ മദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. 11 പറയുന്നത് പെർമിറ്റിനെ കുറിച്ചാണ്. പെർമിറ്റിന്റെ കാര്യങ്ങൾ പറയുന്നു, പെർമിറ്റിൽ വ്യക്തമാക്കേണ്ട വിവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, മദ്യം വിൽക്കാനുള്ള അധികാരം സെക്ഷൻ 15 പറയുന്നു. 15A പ്രകാരം എന്താണ്, 15 പറയുന്നത് കള്ള് വിൽക്കാൻ അധികാരത്തിനെ കുറിച്ചാണ്. ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ നിർമ്മിക്കാനും വിൽക്കാനും കൈമാറ്റം ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ 15A പറയുന്നത് എന്താണ്, മദ്യം ഉപയോഗിക്കാൻ പാടില്ല. 23 വയസ്സിന് താഴെയുള്ളവർ മദ്യം ഉപയോഗിക്കാനായി പാടില്ല. 15B പറയുന്നത് 23 വയസ്സിന് താഴെയുള്ളവർ ഉള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല. 21 പറയുന്നത് കള്ള് ചെത്തുന്നതിന് ലൈസൻസ് നൽകുന്നതിനെ കുറിച്ച് പറയുന്നത് 21-നാണ്. പിന്നെ പറയുന്നത് എന്താണ്, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബിവറേജസ് വന്നത് 84 ഫെബ്രുവരി 23-നാണെന്ന് പറഞ്ഞു. ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. 63 ജനറൽ സെയിൽസ് ടാക്സ് പ്രകാരം ഈ പറയുന്ന സാധനങ്ങളെല്ലാം എന്താണ്, വിദേശ മദ്യമായി
കാര്യമായി കണക്കിലാക്കുന്നു എന്ന് പറയുന്നു. ഇതൊരിക്കലും മദ്യപാനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ക്ലാസ് അല്ല, മദ്യപാനത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുമല്ല. നമ്മൾ പഠിക്കുന്നത് എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകളുടെ കാര്യം. മെറ്റീരിയൽസ് എല്ലാവരും, ക്ലാസ് കാണുന്ന എല്ലാവരും മെറ്റീരിയൽസ് വാങ്ങിച്ചിരിക്കണം. മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ അതിനുള്ള ഗുണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, 100 രൂപയല്ലേ ഉള്ളൂ, ഒരു ബിരിയാണി കഴിക്കുന്ന കാശ് പോലും ആവുന്നില്ല. മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ തന്നെ 10,800,000 മെമ്പേഴ്സോളം നമ്മുടെ എക്സൈസിന്റെ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ യൂട്യൂബിലാണ്, നോട്ട്സുകൾ ടെലഗ്രാമിലാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.